ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പലപ്പോഴും പല സൗണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടും ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് കണ്ടും ആ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ മാത്രം പറയാനാണ് വന്നത് കേട്ടോ. ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. വയർലെസ് മൈക്രോഫോണാണ്. ഈ ബോക്സിൻ്റെ ബാക്കിൽ തന്നെ ഏതൊക്കെ ഡിവൈസസിൽ നമുക്ക് കണക്ട് ചെയ്യാം എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ പെക്സിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ബാക്ക് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ബാക്ക് ബോക്സിന് മുകളിലൊരു യൂസർ മാനുവൽ കാണും. ആ യൂസർ മാനുവലിനകത്തിൽ ഏതൊക്കെ ഐറ്റംസ് ഉണ്ടെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 3 പോർഷൻസ് കാണാം. ഒന്ന് ചാർജിങ് കേസ് 1 ആണ്. ഇതിലാണ് നമ്മുടെ ഓഡിയോ കണക്റ്റിംഗ് ജാക്സും അല്ലെങ്കിൽ ഓഡിയോ കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാം തന്നെ ചാർജ് ചെയ്യപ്പെടുന്നത്. അടുത്തത് നമുക്കുള്ളത് ലൈറ്റ്നിങ് പ്ലഗും ഒരു USB-C പ്ലഗുമാണ്. നമ്മുടെ പഴയ ഐഫോണുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന 2 പോർട്ടുകളാണ്. വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് ഒരു ബാഗുണ്ട്. ആ ബാഗിൽ നമുക്ക് ആവശ്യമായ കേബിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിവരിക്കാം കേട്ടോ. ആക്ച്വലി ഇതുപോലൊരു ഹോളി ലാൻഡിൻ്റെ നല്ല അടിപൊളി ഒരു ബാഗാണ്. നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആയിട്ടുള്ളതാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് 3.5 mm TRS ടു 3.5 mm TRS കേബിൾ കാണാം, ക്യാമറ കണക്ട് ചെയ്യുന്നത്. അടുത്തായിട്ടുള്ള ലാർക്ക് M2ൻ്റെ നെക്ലേസ് നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഈ ഓഡിയോസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള 2 നെക്ലേസ് സിലിക്കൺ കേസാണ്, 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ചാർജർ കേബിൾ വരുന്നുണ്ട്. അതായത് USB-A ടു USB-C കേബിൾ ചാർജർ പോലത്തെ ഒരു കേബിൾ വരുന്നുണ്ട്. നമുക്ക് വിൻസ്ക്രീൻ വരുന്നുണ്ട്. നമ്മുടെ ഓഡിയോ ഒന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാതിരിക്കാം. നെഞ്ചത്ത് വെച്ച് അല്ലെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാവും എങ്കിൽ പോലും അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ബാക്ക് ക്ലിപ്പ് മാഗ്നറ്റുമാണ് വരുന്നത്. ഈ കവർ പൊട്ടിക്കൽ ഇച്ചിരി ചടങ്ങാണ്. എന്നിരുന്നാലും നിങ്ങളെ പൊട്ടിച്ചിട്ട് ഞാൻ പിന്നീട് കാണിക്കാം. ഈ ഓഡിയോ എടുക്കുന്നത് ആക്ച്വലി TX ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്തിൽ വരുന്നതെന്നുള്ളത്. ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ കോട്ടിങ് പോലെയുള്ള കവറിലാണ് ഇത് വരുന്നത്. നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ക്യാമറ വേർഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തിലാണ് ക്യാമറ വേർഷൻ RX1ഉം ഇതിൻ്റെ TX 2 എന്ന് പറഞ്ഞില്ലായിരുന്നു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഒരു നമ്മുടെ ക്യാമറ വേർഷൻ ചാർജിങ് കേസിനകത്താണ് നമ്മുടെ ക്യാമറ വേർഷൻ RX1ഉം ഇത് റിസീവേഴ്സും നമുക്ക് ഉള്ളത്. ഇതിനകത്ത് തന്നെയാണ് ചാർജിങ് ചെയ്യാൻ പറ്റുന്നതും. 40 hours ഓഫ് ചാർജിങ് ആണ്. നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്ത് അതിൻ്റെ ചാർജ് തീരുവാണെന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റിക് വേർഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സിലിക്കൺ നെക്ലേസിലൊക്കെ കഴുത്തിൽ ഒരു ലോക്കറ്റ് പോലൊക്കെ നമുക്ക് അണിഞ്ഞുകൊണ്ട് തന്നെ റെക്കോർഡിങ് ചെയ്തു പോകാനായിട്ട് പറ്റും. ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഭാവിയിൽ ആവശ്യം വരുമായിരിക്കും. ഇത്രയുമാണ് ഇതിനകത്തിലുള്ള ഒരു 10,000-12,000 രൂപ 12,000 രൂപയ്ക്കുള്ള കിട്ടുന്നത്. ആമസോണിലൊക്കെ ചില സമയത്ത് ഓഫേഴ്സ് ഉണ്ട്. ചില ക്രെഡിറ്റ് കാർഡുകൾ, ആക്സിസ് ബാങ്ക് അങ്ങനെയുള്ള ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ ചില ഓഫേഴ്സ് വരാറുണ്ട്. അപ്പം നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇത് നല്ല യൂസ്ഫുള്ളാണ് ഇത്രയും ഉപയോഗിച്ചിട്ട്. ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ ഇത് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് നോക്കി വീഡിയോസ് ഇടുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകൾ കാണട്ടെ. താങ്ക്